ഇനി ആവശ്യമില്ലാത്ത കാര്യവും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഇവിടെ വന്ന് ഫൈമി വിജയനും അതുപോലെ തന്നെ ഫൈമി വിജയൻ്റെ കുടുംബമായ ചക്കളത്തുകാവിലെ ധീവരസഭാ സെക്രട്ടറിയും തിരുവല്ല ധീവരസഭാ സെക്രട്ടറിയും പള്ളുരുത്തിയിലെ വിവിധ ധീവരസഭാ സെക്രട്ടറിമാരും ആവശ്യമില്ലാത്ത ടോക്കിങ്ങുമായിട്ട് വരരുത്. ഞാൻ കീർത്താസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ടും ഒക്കെ ഉള്ളത് പുറകാലെ വരും. ഞാൻ എൻ്റേതായ കാര്യങ്ങളുമായിട്ടാണ് പോകുന്നത്. ആവശ്യമില്ലാത്ത സംസാരവുമായിട്ട് എന്നെ പ്രീതിയെന്നോ ആരാണ്ടൊക്കെ പറയുന്നുണ്ട്. ഇവിടെ വന്നേക്കരുത്, എന്നെ ശല്യപ്പെടുത്തിയേക്കരുത്. അതിനുള്ള മറുപടി ഇതാണ്. എന്റെ പേര് ഗായത്രി. ഹിന്ദു ഇപ്പൊ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? കീർത്താസിൽ തന്നെ ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ, എനിക്കൊന്ന് നേരിട്ട് കാണാൻ. വീട് എവിടെയാണ് കറക്റ്റ്? ഞാൻ ആ വിങ്ങിൽ നിന്ന് മാറി ഇപ്പൊ വേറെ ആളുകളാണ് അതിന്റെ ചുമതലയിലുള്ളത്. അന്നേരം മാഡത്തെ ഒന്ന് നേരിട്ട് കാണാൻ എനിക്കൊന്ന് പറ്റുമോ? എന്നെ വീണ്ടും കമ്പനി ഏൽപ്പിച്ച് എന്നെ പഴയ പടിയാക്കാൻ നോക്കുകയാണ്. ഞാൻ അതിൽ നിന്നെല്ലാം വിട്ട് ഞാൻ ഇതെല്ലാം മാറ്റി എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോ എന്നെ കമ്പനി ഏൽപ്പിച്ച് എന്നെ വീണ്ടും പഴയതിലേക്ക് കൊണ്ടുവരാൻ അത് ഞങ്ങൾക്ക് വിധിയും വന്നിട്ടുള്ളതാണ്. അതും ഒക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് സാറേ. അതുകൊണ്ടാണ് ഞാൻ മാഡത്തെ ഒന്ന് നേരിട്ട് കണ്ടിട്ട് ഒരു കാര്യം ചോദിക്കാനാണ്. ഇത് പഴയതിലേക്ക് കൊണ്ടുവരാൻ മലയേരയിലേക്ക് കൊണ്ടുവരാനായിട്ട് വീണ്ടും ശ്രമിക്കുന്നുണ്ട് കുറെ ആൾക്കാർ. നിങ്ങളതിന് നിക്കണ്ട. അല്ല, ഞാൻ നിൽക്കുമല്ല, എന്നെ കമ്പനി ഇരിക്കുന്നുണ്ട്. രാഷ്ട്രീയപരമായിട്ട് കുറെ എന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനൊക്കെ ഉണ്ട് സാർ. അതുകൊണ്ടാണ് ഞാൻ അതിനെ ഒരു സൊല്യൂഷനും ഒക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് വിജിലൻസ് ഓഫീസറോട് കംപ്ലൈന്റ് പറയും. ഞാനിപ്പോ വിജിലൻസിലല്ല, പക്ഷെ വിജിലൻസ് ഓഫീസറോട് വന്നിട്ട് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് എന്നിട്ട് എനിക്ക് ആ റിപ്പോർട്ട് ഒന്ന് കിട്ടാൻ വേണ്ടിട്ട് പുള്ളിയോട് പറഞ്ഞപ്പോ പുള്ളി പറയാ എനിക്ക് ആ ഫയൽ അറിയില്ല, അങ്ങനെ ഇങ്ങനെയാന്ന് പറയാം. എനിക്ക് ആ ഫയൽ കിട്ടിയിട്ട് ഞാൻ അത് കോടതി സമർപ്പിച്ചിട്ട് എനിക്കൊരു സെപ്പറേറ്റ് വിധി എടുക്കാനാ. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്ന ഒരു കടലാസ് ഉണ്ടാവും. ആ കടലാസിൽ ഒരു ഫയൽ നമ്പർ ഉണ്ടാവും. ആ ഫയൽ നമ്പർ വെച്ചിട്ട് വിവരാവകാശ നിയമപ്രകാരം അത് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. സാറേ, അതിപ്പോ എന്റെ കയ്യിലില്ല. ആ ഫയൽ നമ്പർ ഇല്ല. നേരത്തേക്ക് നമ്മൾ ബന്ധപ്പെട്ട ഓഫീസിൽ ചോദിച്ചിട്ടാണെങ്കിൽ ആ ഫയൽ നമ്പർ ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഒരു കാലത്തും നിങ്ങൾക്ക് അത് കിട്ടാൻ പോകുന്നില്ല. കാരണം ആ ഫയൽ നമ്പർ വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. ആ ഫയൽ നമുക്ക് ഒരു വർഷം 10,000 കേസ് ചെയ്യുമ്പോ നമുക്ക് എങ്ങനെയാണ് അത് കിട്ടുക? അല്ല, എനിക്ക് 16-17 അത് എനിക്ക് വന്നത്. ഞാൻ അത് പ്രകാരം എല്ലാം ചെയ്തു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഡം പറഞ്ഞു സർവീസിൽ നിന്ന് പോകണം, സർവീസിൽ നിന്നും പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്നെ അറ്റാക്ക് ചെയ്യുക. ഇവര് കിടന്ന് എന്നെ അറ്റാക്ക് ചെയ്യുന്നത് എന്തിനാണ്? ഞാനിതൊന്നുമില്ല. അതുപോലെ തന്നെ ധീവര സമുദായത്തിൽ ഞാൻ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി കാണിക്കാൻ ഞാൻ മാഡം. എന്നിട്ട് അവരാണെങ്കിൽ എന്നെ എന്റെ അച്ഛന്റെ എല്ലാവരുടെയും മുമ്പിട്ട് ഉൾപ്പെടുത്തിയില്ല. അപ്പൊ ഞാനിപ്പം സ്വയം ഇങ്ങനെ നീറി നടക്കുകയാണ്. എന്റെ മോന്റെ പേരൊക്കെ ഞാൻ അതുപോലെ പഴയതുപോലെ ആക്കി അരയനാക്കി വെച്ചു. എല്ലാം അവന്റെ അരയെന്ന് തന്നെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ധീവര സമുദായം അവർ മുക്കുവരാണ്, അവരുടെ അങ്ങനെയാണ് ചെയ്തത്. ഞങ്ങൾക്കൊരു സെപ്പറേറ്റ് വിധി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ധീവര സമുദായത്തിൽ കയറാനുള്ള പരിപാടിക്കാൻ പറയും. അതിന് വേണ്ടിട്ടാ. അതിപ്പം ഈ പറഞ്ഞോട്ടെ, ഇതിലെന്താ പ്രശ്നം വെച്ചാൽ അരയ സമുദായത്തിൽ ഇപ്പൊ നമുക്ക് നിർബന്ധിക്കാൻ പറ്റുമോ നിങ്ങളെ ചേർക്കണം എന്ന് പറഞ്ഞിട്ട്? അല്ല, ഞങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് വിധി തന്നാൽ ഞങ്ങൾക്ക് പറയാമല്ലോ, ഇത് ഇങ്ങനെ ഉണ്ട്, ഞങ്ങൾക്ക് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ കുടുംബം ഇങ്ങനെ ഉണ്ട്, അത് വെച്ചിട്ട് ഞങ്ങൾക്ക് തരാമല്ലോ എന്ന് പറയാം. അന്നേരത്തെ കീർത്താസിന്റെ വിധിയും കാണിക്കാം. നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയില്ലേ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലേ? സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. അത് അംഗീകരിക്കുകയല്ല. അവരിപ്പൊ പറയുന്ന അംഗീകരിക്കലെന്നൊക്കെ പറഞ്ഞ് അവര് പറയുന്ന ഞങ്ങൾ ഒന്നിച്ച് തീരുമാനം എടുത്തു. എന്തോ ആണ് എനിക്കൊന്നും പിടികിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഹൈക്കോടതി പോയി ഒരു തീരുമാനം എടുക്കാനായിട്ടാണ്. ഇങ്ങനെ ഉണ്ട്, തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്റെ ജാതി ഇതാണ്,
ഇത് പ്രകാരം എനിക്ക് അത് പ്രകാരം ഞാൻ വില്ലേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ഇത് പ്രകാരം എനിക്കൊരു ഓർഡർ ഉണ്ടാക്കി തരുവാണെങ്കിൽ എനിക്ക് അതായിരിക്കും എന്റെ കുഞ്ഞിനും എല്ലാവർക്കും തന്നെ. എന്റെ ഇനി പിൻഗാമിയല്ല മുൻഗാമികൾക്കും എന്റെ പിൻഗാമികൾക്കും എല്ലാവർക്കും നല്ലത് അതാന്ന് പറയും. അതിന് വേണ്ടിയിട്ടാ എനിക്ക് സെപ്പറേറ്റ് വിധി തന്നാൽ എനിക്ക് സ്വന്തമായിട്ടെങ്കിലും തിരിച്ചാവല്ലോ സാറേ. എനിക്കൊരു സംഘടനയിലും എന്നെ ചേർക്കുന്നില്ല. സഹോദരന്റെ സഹോദരിയുടെ എന്തെങ്കിലും പേര് പറയാമോ? എന്റെ അവരിവിടൊന്നും അല്ല, അവരൊക്കെ വേറെയാണ് പോയേക്കുന്നത്. എനിക്കറിയില്ല. ഇപ്പം അവരൊക്കെ ഇവിടെ പോയി. ഇപ്പം ചില ആൾക്കാരെ എനിക്കിട്ട് വെച്ചാ അനന്തുകയാണ്. ഇപ്പൊ വേറെ ആൾക്കാരാണ്. അവര് ഇവിടുത്തുകാരൊന്നും അല്ല, കോട്ടയംകാരോ ഏതൊക്കെയോ സ്ഥലത്തുള്ളവര് വന്നേച്ച് എന്നെ ആക്രമിക്കും. സൈബറായിട്ടും മറ്റോ ഞാൻ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് സൈബറായിട്ടും മറ്റൊക്കെ ആക്രമണം. സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞെങ്കിൽ ഗവൺമെന്റ് തന്ന സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് അത് ഞാൻ അന്നേരം എനിക്ക് റിപ്പോർട്ട് കിട്ടാൻ എന്തെങ്കിലും മാർഗം വേറെ എന്തെങ്കിലും ഉണ്ടോ? മാഡം നമ്പർ തന്നാൽ അതിന്റെ എന്താണെന്ന് ഒന്ന് നോക്കാൻ കഴിയും. കാരണം നിങ്ങളുടെ ഒന്നും കാണുന്നില്ല ഇവിടെ. ഞാനാ കൊടുത്തിരുന്നു, വിവരാശം കൊടുത്തിരുന്നു. മാഡം അവിടെ ഉണ്ടാവുമോ? ഞാൻ ഉണ്ടായത് കൊണ്ട് കാര്യമൊന്നുമല്ല. ഞാൻ അങ്ങനെ നോക്കട്ടെ, ഞാൻ നോക്കട്ടെ, ഞാൻ അല്ലാതെ നോക്കട്ടെ. ഞാൻ എന്റെ കേസിന്റെ നമ്പർ നോക്കട്ടെ. ഒന്ന് കേസിന്റെ നമ്പർ ഹൈക്കോടതിയുടെ നമ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഞാൻ ചോദിക്കുന്നതിനൊന്ന് ഉത്തരം പറയൂ. നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്തിരുന്നേ? ഞാൻ പഞ്ചായത്ത് സാറേ. കടമക്കുടി പഞ്ചായത്ത് ചേരാനെല്ലൂരായിരുന്നു. അത് കഴിഞ്ഞ് കടമക്കുടിയിലായി. അതാണ് ഞാൻ അന്നത്തേക്ക് പിരിഞ്ഞും പോയി. സാറ് പറഞ്ഞു അന്നേരം തന്നെ ഞാൻ എഴുതി കൊടുത്ത് ഞാൻ പിരിഞ്ഞു പോയി. പിന്നീട് എന്നെ ആക്രമിക്കുക എല്ലാവരും കൂടെ, വേറെ ആൾക്കാർ വന്നിട്ട്. നിങ്ങൾ എന്തായാലും വിജിലൻസ് ഓഫീസർക്ക് ഒരു കംപ്ലൈന്റ് കൊടുക്കുക. അല്ല, ഇതിപ്പോ നിങ്ങളുടെ സമുദായ സംഘടന ഇങ്ങനെ ചെയ്യുന്നതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? അല്ല, ഞങ്ങളുടെ സമുദായ സംഘടനയിൽ വേറെ ഉള്ള സംഘടനകളൊക്കെ എനിക്കെതിരെ തിരിയും. അവരോട് ഒരു പണിയൊക്കെ പറഞ്ഞു. ചുമ്മാ സാറേ, ഒരു മോഹന് ഇവന് ഇവിടുത്തുകാരനാണെന്ന് എനിക്കറിയത്തില്ല. ഇവനൊക്കെ എന്നെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയും എല്ലാമാണ് സാർ. എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാകുന്നുണ്ട്. എന്തിനാ അയാൾ നിങ്ങളെ ചീത്ത പറയുന്ന മോനെ? അയാൾ പറയുന്നത് ഞങ്ങളുടെ കള്ളത്തരത്തിൽ എടുത്തുന്നു, ഞങ്ങളുടെ സംഘടനയിലുള്ളവനായിരുന്നു, അങ്ങനാണ് ഇങ്ങനെ. ഞാൻ പറഞ്ഞു ഞാനിപ്പോ അരയനാണ്, എന്നെ അവരാ അരയനായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ കോടതിയും പറഞ്ഞു ഇവൻ പറയുന്നത് ഞങ്ങളുടെ സംഘടനയാണെന്ന് പറഞ്ഞു ഇപ്പം വരും. എന്തിനാ ഞങ്ങള് എനിക്കറിയില്ല, അവനെയൊന്നും എനിക്കറിയില്ല. മാഡം ശരിയാണ്. ഓക്കെ മതി. ഓക്കെ സാർ. ഇങ്ങനെയാണ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. അന്നേരത്തേക്ക് ഞാനിപ്പം കണ്ടേക്കുന്നത് എനിക്ക് സെപ്പറേറ്റ് ഒരു വിധി വാങ്ങും. അതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുകയാണ്. എന്നെ ബ്ലാക്ക് മെയിൽ ഉഗ്രനായിട്ട് ചെയ്യുന്നുണ്ട്. അതാരാന്നൊക്കെ ഞാൻ പിന്നീട് പറയാം. ആൾക്കാർ മറ്റാരുമല്ല, എൻ്റെ സ്വന്തത്തിലുള്ള ആൾക്കാർ. ഇവരെന്നിട്ട് എനിക്കെതിരെ കമൻ്റൊക്കെ ഇടുകയാണ്. ജനകീയ ആസൂത്രണമായി എന്തു സൂത്രണമായി. എന്നിട്ട് ആവശ്യമില്ലാത്ത കുറേ ചിന്തകളും ചില വിഷയങ്ങളും ഒക്കെ ആയിട്ടാണ് നടക്കുന്നത്. ഈ വേറെ ചില ആൾക്കാരുണ്ട്, അത് പുറത്തുള്ളവരാണ്. അവർ എസ് സമുദായത്തിലുള്ള അവർ കൺവെർട്ടഡ് ക്രിസ്ത്യൻസുമാണ്. ഇവരെന്നത്തിനാണ് വന്ന് എന്നെ ഇത് ചെയ്യേണ്ടത്. എനിക്ക് ആദ്യം പറഞ്ഞു ദൈവമാണെന്നും പറഞ്ഞു, വിഷ്ണു ആണെന്നും പറഞ്ഞു, കുറേ അടവുകൾ പറഞ്ഞിട്ടാണ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. എനിക്കിതിനോടൊന്നും താല്പര്യമില്ല. എൻ്റെ പൊന്ന് സുഹൃത്തെ, നിങ്ങൾ വന്ന വഴി തിരിച്ചു പോവുക. എനിക്കിതിനോടൊന്നും താല്പര്യമില്ല. ഞാൻ എൻ്റേതായ കാര്യങ്ങളും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോവുകയാണ്. പിന്നെ എൻ്റെ ഭാര്യയുടെ വീട്ടുകാരോടും ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്. അത് അവർ കേട്ട് നടപടി എടുത്തില്ലെങ്കിൽ ഞാൻ പിന്നീട് ബാക്കിയുള്ളത് ചെയ്യാനായിട്ട് തന്നെയാണ്. ഇനി മുമ്പോട്ട് വരരുത്. നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളുമായിട്ട് പോവുക. അന്നേരം നന്ദി, നമസ്കാരം.